ഇഴഞ്ഞു നീങ്ങിയിരുന്ന നെടുങ്കണ്ടത്തെ ജില്ലാ ആശുപത്രിക്കായുള്ള കെട്ടിട നിർമ്മാണം പൂർണ്ണമായും നിലച്ചു. യഥാസമയം കരാറുകാരന് പണം ലഭിക്കാതായതോടെയാണ് നിർമ്മാണം പാതി വഴിയിൽ നിലച്ചത്. ജോലിക്കാർക്ക് ശമ്പളം നൽകാൻ പോലും കഴിയാതായതോടെ ഇവരെ പൂർണ്ണമായും പിരിച്ചുവിട്ടു. 2 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞ് ആരംഭിച്ച നിർമ്മാണ പ്രവർത്തനമാണ് 5 വർഷത്തിന് ശേഷം എങ്ങുമെത്താതെ പാതി വഴിയിൽ നിലച്ചത്. കരാറുകാരന് പണം നൽകാതായതോടെ നെടുങ്കണ്ടത്തെ ജില്ലാ ആശുപത്രിയുടെ കെട്ടിട നിർമ്മാണം പാതി വഴിയിൽ നിലച്ചു. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് 2020 നിർമ്മാണം ആരംഭിച്ചതാണ് കെട്ടിടങ്ങൾ. നിലവിലുണ്ടായിരുന്ന 3 കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റിയാണ് 7 നിലകളിലുള്ള 2 കെട്ടിടങ്ങളുടെ നിർമ്മാണം ആരംഭിച്ചത്. ഇതിനായി 59 കോടി 30 ലക്ഷം രൂപയാണ് അനുവദിച്ചിരുന്നത്. എന്നാൽ യഥാസമയം കരാറുകാരന് പണം ലഭിക്കാതായതോടെ 1 വർഷമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുകയായിരുന്നു. ഇതിനിടെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിർത്തിവച്ചിരിക്കുന്നത്. കരാറുകാരന് കുടിശ്ശിക ഇനത്തിൽ 10 കോടിയിലധികം രൂപ നൽകാനുണ്ട്. ഇതുമൂലമുണ്ടായ പ്രതിസന്ധിയാണ് പണി നിർത്തിവെക്കുവാൻ കരാറുകാരൻ നിർബന്ധിതനായതെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മുകേഷ് മോഹനൻ പറഞ്ഞു. ഈ ആശുപത്രിയുടെ പണി പൂർണ്ണമായും നിന്നിരിക്കുകയാണ്. ഏതാണ്ട് 10ഓളം ആളുകൾ മാത്രമാണ് ഇപ്പോൾ ഈ ആശുപത്രിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇവിടെയുള്ളത്. അവരെ അന്വേഷിച്ചപ്പോൾ അവർ മുഴുവൻ ഇതിൻ്റെ സൂപ്പർവൈസർമാരാണ് എന്നാണ് പറഞ്ഞത്. അതായത് ഇതിൻ്റെ അടിസ്ഥാനപരമായ ജോലി ചെയ്യുന്ന മുഴുവൻ ലേബേഴ്സിനെയും ഈ കരാറെടുത്തിരിക്കുന്ന കമ്പനിക്കാരൻ പിരിച്ചുവിട്ടു. 1 വർഷമായി 10 തൊഴിലാളികൾ മാത്രമായിരുന്നു ഈ വലിയ പ്രോജക്റ്റിന്റെ നിർമ്മാണ പ്രവർത്തനത്തിനായി ഉണ്ടായിരുന്നത്. ഇപ്പോൾ മുഴുവൻ തൊഴിലാളികളെയും പിരിച്ചുവിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയത് ഈ സൂപ്പർവൈസർമാർ താമസിക്കുന്ന 2 വീടുകൾ, ആ ഹൗസ് ഓണർ ഈ കഴിഞ്ഞ ദിവസം എന്നോടൊരു പരാതിയായി പറഞ്ഞു. ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എന്നുള്ള നിലയിൽ എന്നോടൊരു പരാതിയായി പറഞ്ഞു, ഈ ഹോസ്പിറ്റലിൻ്റെ നിർമ്മാണത്തിന് വന്നവർ അവരുടെ വീട് 2 വാടകയ്ക്കെടുത്ത് 8 മാസമായി വാടക കൊടുത്തിട്ടില്ല. ചോദിക്കുമ്പോൾ പറയുന്നത് ഈ ഹോസ്പിറ്റലിൽ പണി ചെയ്തതിൻ്റെ കാശ് കിട്ടിയിട്ടില്ല. വളരെ നിസ്സാരമായ ഒരു പൈസയാണ് വാടക. അതുപോലും കൊടുക്കാൻ കഴിയാത്ത തരത്തിലേക്ക് ഈ കരാറുകാർ മാറിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ദുരവസ്ഥ, ഇതിൻ്റെ ദുരന്തം എത്രത്തോളം വലുതാണ് എന്ന് അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അത്രത്തോളം പ്രതിസന്ധിയാണ്. ഇതിനിടെ നിലവിലുള്ള IP ബ്ലോക്കിൽ പുരുഷന്മാരുടെ വാർഡിൽ കോൺക്രീറ്റ് അടർന്നു വീഴുന്നത് അപകട ഭീഷണി ഉയർത്തുന്നുണ്ട്. എന്നാൽ ഈ IP ബ്ലോക്കും പൂർണ്ണമായി പൊളിച്ചുമാറ്റി ഇവിടെ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് കരാർ നൽകിയിട്ടുണ്ട്. ഇതുമൂലം അറ്റകുറ്റപ്പണികൾ നടത്താൻ പറ്റാത്ത സാഹചര്യമാണ്. നിലവിലുള്ള IP ബ്ലോക്കിൻ്റെ പുരുഷന്മാരുടെ വാർഡിൻ്റെ കോൺക്രീറ്റ് അടർന്നു വീണുകൊണ്ടിരിക്കുകയാണ്. ആശുപത്രി സൂപ്രണ്ട് ബ്ലോക്ക് പഞ്ചായത്തിന് പ്രപ്പോസൽ വെച്ചിരിക്കുകയാണ്. 50 ലക്ഷം രൂപയെങ്കിലും മുടക്കിയാൽ മാത്രമാണത് മെയിൻ്റനൻസ് ചെയ്യാൻ കഴിയുന്നത്. ഈ അടുത്ത ഘട്ടമായി പൊളിക്കാനിരിക്കുന്ന ഒരു ബിൽഡിംഗാണ്. ആ പൊളിക്കാനിരിക്കുന്ന ബിൽഡിങ്ങിൽ എങ്ങനെ 50 ലക്ഷം രൂപ മുടക്കും? ഇത് നടക്കുമോ ഇല്ലയോ എന്നെങ്കിലും ഒരു തീരുമാനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായെങ്കിൽ മാത്രമേ ഇപ്പോൾ നിലവിലുള്ളത് സംരക്ഷിച്ചെങ്കിലും ആളുകൾക്ക് അപകടം കൂടാതെ പോകാൻ കഴിയുള്ളൂ. നിലവിലുള്ള ആശുപത്രിയുടെ സ്ഥിതിയും ഗുരുതരമാണ്. യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാതെയാണ് IP OP ബ്ലോക്കുകൾ പ്രവർത്തിക്കുന്നത്. സഹകരണ ആശുപത്രി ഉൾപ്പെടെയുള്ളവയെ സഹായിക്കുന്നതിനാണ് ജില്ലാ ആശുപത്രിയുടെ നിർമ്മാണങ്ങൾക്ക് പണം അനുവദിക്കാത്തതെന്ന് സംശയിക്കുന്നതായും മുകേഷ് മോഹനൻ ആരോപിച്ചു. ഇപ്പോൾ ഇൻഡോർ സ്റ്റേഡിയം പണിയുന്നു, അതിനൊന്നും പണി മുടക്കമില്ലാതെ നടക്കുന്നു. ഇവിടുത്തെ വലിയ നിർമ്മാണങ്ങൾക്കും മറ്റു നിർമ്മാണങ്ങൾക്കൊന്നും മുടക്കമില്ലാതെ നടക്കുന്നു. ആശുപത്രിയുടെ പണി മാത്രം നിന്നു, അതിന് കാശില്ല. അപ്പോൾ സ്വാഭാവികമായും സ്റ്റേഡിയം പണി നടക്കട്ടെ എന്ന് തീരുമാനിക്കുകയും ആശുപത്രി പണി നടക്കണ്ട എന്ന് തീരുമാനിക്കുന്നതിന് പിന്നിൽ ഏതെങ്കിലും സ്വകാര്യ ആശുപത്രി, സഹകരണ ആശുപത്രി പോലെ ഏതെങ്കിലും സ്വകാര്യ ആശുപത്രികളെ സംരക്ഷിക്കാനാണെങ്കിൽ അത് അംഗീകരിക്കാൻ കഴിയില്ല. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം.